സമീപകാലത്തായി കേരളത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു കുടുംബത്തിലെ നിരവധി അംഗങ്ങളെ വധിക്കാൻ ഇടയായ ചെറുപ്പക്കാരൻ്റെ സംഭവം തൊട്ട് സംഘം ചേർന്ന് സഹപാഠിയെ വധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കഥകൾ വരെ നമ്മുടെ മുൻപിലുണ്ട്. പലപ്പോഴും ഇത്തരം വ്യക്തികൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമാകുന്നുണ്ട്. അങ്ങനെ മാനസികാരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു പോകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് വ്യാകുലതകൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ മാനസിക നില പരിശോധിക്കുന്നത് എങ്ങനെയാണ്? എന്തുതരം മാനസിക നില ഉള്ള ഒരു വ്യക്തിക്കാണ് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുക? ഏതൊക്കെ തരം മാനസിക നിലയുള്ള വ്യക്തികളാണ് ശിക്ഷാർഹരായിട്ടുള്ളത്? തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ് 84ാം വകുപ്പ്, ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം മാറി ഭാരതീയ ന്യായ സംഹിത BNS വന്നിട്ടുണ്ട്. ആ BNSന്റെ 22ാം വകുപ്പ് എന്താണ് ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയുടെ നിയമപരമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ക്രിമിനൽ ഉത്തരവാദിത്വം എന്ന് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. നത്തിങ് ഈസ് എൻ ഒഫൻസ് which when done by a person by reason of unsoundness of mind is incapable of understanding the nature of the act that he is doing or whether that act is wrong or contrary to law എന്ന് നിയമം പറയുന്നു. തനിക്കുള്ള മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ തീവ്രത മൂലം താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി, അഥവാ ആ പ്രവൃത്തി നിയമലംഘനമോ ധാർമ്മികമായി തെറ്റോ ആണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കൃത്യവും കുറ്റകൃത്യമല്ല എന്നുള്ളതാണ് അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബുദ്ധി വളർച്ച കുറവ് ഉള്ള ഒരു കുട്ടി, ഒരു IQ 30 ഉള്ള ഒരു തീവ്രമായ ബുദ്ധി വളർച്ച കുറവുള്ള ഒരു കുട്ടി നടന്നു പോകുന്നതിനിടയിൽ ഹോട്ടലിൽ ഐസ്ക്രീം ഇരിക്കുന്ന കാണുന്നു. അവൻ അവിടെ കയറി ഒരു ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നു. നിയമപ്രകാരം ഈ കുട്ടി ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം എൻ്റെ വസ്തു, നിങ്ങളുടെ വസ്തു എന്ന് പറയുന്ന രണ്ട് തരത്തിൽ ഉള്ളൊരു വസ്തുക്കൾക്ക് വിവേചനമുണ്ട്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നൊരു വസ്തു നമ്മൾ വാങ്ങണമെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ അനുമതി ചോദിക്കണം, തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വിവേചന ബുദ്ധി ആ തലച്ചോറിനില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വ്യക്തികൾ ചെയ്യുന്ന കൃത്യങ്ങൾ പലതും കുറ്റകൃത്യങ്ങളല്ലാതെയാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ ബാക്കി ഒട്ടേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവ പലതും ഒരേ സമയം ചികിത്സ വേണ്ടുന്ന മാനസികാരോഗ്യ വിഷയങ്ങളുമാണ്, നിയമത്തിൻ്റെ മുൻപിൽ കുറ്റകൃത്യങ്ങളുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യ നില പരിശോധിക്കുന്നത്? ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ് ഈ മാനസിക നില പരിശോധന നടത്തുന്നത്. ഇതിൽ ആ വ്യക്തിയുടെ രോഗചരിത്രം അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസത്തിൻ്റെ ചരിത്രം, ഇപ്പോൾ രോഗം എന്ന് പറഞ്ഞുകൂടല്ലോ, കാരണം പലപ്പോഴും ഒരു കുറ്റകൃത്യം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു വ്യക്തി വരുന്നതെങ്കിൽ അദ്ദേഹവുമായി സംസർഗം പുലർത്തുന്ന വ്യക്തികളിൽ നിന്ന്, അത് ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അതൊന്നും അല്ലെങ്കിൽ നിയമപാലകരായിരിക്കാം, അവരിൽ നിന്നൊക്കെ ഈ വ്യക്തിയുടെ കഴിഞ്ഞ കുറച്ച് നാളത്തെ പെരുമാറ്റങ്ങൾ, സമൂഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പെരുമാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അമിതമായ ദേഷ്യമോ, അമിതമായ സന്തോഷമോ, അമിതമായ സങ്കടമോ, അക്രമ സ്വഭാവമോ, ഇങ്ങനെ എന്തെങ്കിലും ആ വ്യക്തി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യപടിയായിട്ട് നടക്കുന്ന കാര്യം. ഇവിടെ ചിലപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നുള്ളത് നിയമപാലകരോടും ചോദിച്ച് മനസ്സിലാക്കും. മുൻപ് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് ഒരു മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും തരം ചികിത്സ എടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതും വിശദമായിട്ട് പഠനവിധേയമാക്കും. ഇദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണോ, മദ്യം ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണോ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണോ, സിന്തറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തുക്കൾ, രാസലഹരികൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണോ, നേരത്തെ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുത്തിട്ടുള്ള ഒരാളാണോ, ഇനി മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ദീർഘകാലമായിട്ടുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ചിലപ്പോൾ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ വരാം. ചില മരുന്നുകൾ, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ പാർശ്വഫലമായിട്ടുള്ള ചില പെരുമാറ്റ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് പരിക്കേറ്റിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ പറ്റിയിട്ടുണ്ടോ, തലച്ചോറിന് അണുബാധ പോലെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബ ചരിത്രം, അദ്ദേഹത്തിൻ്റെ 2 തലമുറ മുൻപുള്ള ആളുകളുടെ ചരിത്രം തൊട്ട്, മാതാപിതാക്കൾ, രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ,
അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. കുടുംബപരമായി ആർക്കെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? കുടുംബത്തിൽ ആരെങ്കിലും വീട് വിട്ടിറങ്ങി പോയിട്ടുണ്ടോ? പ്രായാധിക്യമുള്ള ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അത് കാണാതെ ആയിട്ടുണ്ടോ? ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇതൊക്കെ പ്രധാനമാണ്. കാരണം ഇതെല്ലാം ജനിതകമായിട്ട് പെരുമാറ്റ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ ആത്മഹത്യയുടെയൊക്കെ കുടുംബചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം വിഷാദരോഗം, സംശയരോഗം, ഉന്മാദ വിഷാദരോഗം അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ തുടങ്ങിയ പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും ആത്മഹത്യ പ്രവണത കൂടുതലാണ്. പക്ഷെ ഇതിൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം പോലെയുള്ള അസുഖങ്ങളൊന്നും പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് ആളുകൾ പരിഗണിക്കുന്നില്ല, സമൂഹത്തിൽ അത് പരിഗണിക്കപ്പെടുന്നില്ല. കാരണം മാനസികാരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾ വയലൻ്റ് ആവുന്ന അവസ്ഥയെന്നാണ് പൊതുവെ ഉള്ള ധാരണ. പക്ഷേ ഡിപ്രഷൻ, വിഷാദം വരുന്ന ഒരു വ്യക്തി വയലൻ്റ് ആകുകയല്ല, അദ്ദേഹം സൈലൻ്റ് ആകുകയാണ് ചെയ്യുന്നത്. സാധാരണ സംസാരിക്കുന്ന അത്ര പോലും സംസാരിക്കുന്നില്ല, ആളുകളോട് ഇടപെടുന്നില്ല, അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരിക. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ തലമുറയിലൊക്കെ ഈ വിഷാദ രോഗബാധിതരായ പലരും കൃത്യമായിട്ട് ചികിത്സ അവർക്ക് ലഭിച്ചിരുന്നില്ല. ചികിത്സ എടുക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗം സ്വാഭാവികമായും ആത്മഹത്യക്ക് വഴിതെളിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ കുടുംബത്തിൽ ആത്മഹത്യകൾ ഉണ്ടെങ്കിൽ അതൊരുപക്ഷെ ചികിത്സിക്കപ്പെടാതെ പോയ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിനെ സൂചിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ കുടുംബചരിത്രം മനസ്സിലാക്കേണ്ടതുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട്, ജനനം തൊട്ടുള്ള കാര്യങ്ങൾ. സുഖപ്രസവമായിരുന്നോ അതോ ഓപ്പറേഷൻ ആയിരുന്നോ? പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പ്രസവത്തിന് ശേഷം അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ പ്രയാസമുണ്ടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ ശരീരം നീല നിറത്തിലേക്ക് ആയിപ്പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് ആ സമയത്ത് അപസ്മാരം പോലത്തെ വിഷയങ്ങൾ വന്നിട്ടുണ്ടോ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനുശേഷം വളർച്ചയുടെ നാഴികക്കല്ലുകൾ, മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അമ്മയെ തിരിച്ചറിഞ്ഞ് ചിരിച്ച പ്രായം, കമിഴ്ന്ന് വീണ പ്രായം, നടന്ന പ്രായം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംസാരിച്ച് തുടങ്ങിയ പ്രായം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. ഈ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ, വളർച്ചയുടെ നാഴികക്കല്ലുകൾ എന്തെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ തലച്ചോറിൻ്റെ വളർച്ചാ വൈകല്യം, ഒരു മസ്തിഷ്ക വികസന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീട് കുട്ടിക്കാലത്ത് എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അമിത വികൃതി, എടുത്തുചാട്ടം, കുറ്റകൃത്യവാസന, മോഷണ സ്വഭാവം, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന പ്രവണത, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പഠന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുപോലെ മറ്റുള്ളവരുമായിട്ട് വഴക്കിടുന്ന ഒരു ശീലം, സഹപാഠികളുമായിട്ട് വഴക്കിടുന്ന ശീലം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിയമപ്രശ്നങ്ങൾ ചെന്ന് ചാടുന്ന രീതി ഉണ്ടായിരുന്നോ? ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നു? ഇത്തരം കുറേ കാര്യങ്ങൾ. ഇനി ഒരു പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈംഗിക വികാസത്തിൻ്റെ ചരിത്രം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാകും. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ജീവിതം, കുടുംബജീവിതം, അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യുന്ന അവസ്ഥ, ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? അടുത്ത കാലത്തായിട്ട് ജോലി ചെയ്യാൻ വിമുഖതയുണ്ടായിരുന്നോ? മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ളൊരു മടി ഉണ്ടായിരുന്നു? ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ചരിത്രം ഇത്രയൊക്കെ മനസ്സിലാക്കിയ ശേഷം ഈ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗമെന്ന് കരുതപ്പെടുന്ന അവസ്ഥ, അത് വരുന്നതിന് മുൻപുള്ള ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, പ്രീ മോർബിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇദ്ദേഹം ഒരു നേതൃഗുണമുള്ള വ്യക്തിയായിരുന്നു അതോ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിയായിരുന്നു? മറ്റുള്ളവരോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? അന്തർമുഖ വ്യക്തിത്വമായിരുന്നോ അതോ ബഹിർമുഖത്വമുള്ള ഒരു വ്യക്തിയായിരുന്നോ? അദ്ദേഹത്തിൻ്റെ ശീലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഉറക്കം, ഉണരുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഒരു കൃത്യനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നോ? മറ്റെന്തെങ്കിലും അടിമത്തങ്ങൾ, ലഹരി അടിമത്തങ്ങൾ അടക്കം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുണ്ടോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പകൽക്കിനാവിൽ ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു. ധാർമ്മിക വിശ്വാസങ്ങൾ എങ്ങനെയാണ്? മതവിശ്വാസമുണ്ടോ? ദൈവവിശ്വാസമുണ്ടോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വ്യക്തിത്വം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അടിസ്ഥാന വ്യക്തിത്വത്തിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വ്യതിയാനം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മനോനില പരിശോധന എന്ന് പറയുന്ന ഒരു പരിശോധനയാണ്. ആ വ്യക്തിയുടെ പുറമേ നിന്നുള്ള രൂപം, ഭാവം, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം, അദ്ദേഹം വൃത്തിയായിട്ടൊക്കെയാണോ നടക്കുന്നത് അതോ സ്വന്തം വ്യക്തി ശുചിത്വത്തിൽ ഒട്ടും ബോധമില്ലാത്തൊരവസ്ഥയിലാണോ അതോ വല്ലാതെ ഒരുങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം നേത്രബന്ധം സ്ഥാപിക്കുന്നുണ്ടോ ഈ പരിശോധന നടത്തുന്ന വ്യക്തിയുമായി? ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറയുന്നുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം പരിശോധനകളുടെ ഇടയിലൂടെ നമുക്ക് ആ വ്യക്തിയുടെ സംസാരം
മനസ്സിലാക്കാൻ സാധിക്കും. സംസാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വൈകാരിക അവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അദ്ദേഹത്തിന് മിഥ്യാവിശ്വാസങ്ങളോ മിഥ്യാ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഉന്നതമായ പ്രവർത്തനങ്ങൾ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ വളരെ വിശദമായ ഒരു പരിശോധനയിലൂടെയാണ് ആ വ്യക്തിയുടെ മനോനില മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ചില വ്യക്തികൾ മനോനില പരിശോധനയോട് നിസ്സഹകരിച്ചേക്കാം. അങ്ങനെ നിസ്സഹരിക്കുന്ന വ്യക്തികളുടെ മാനസിക നില പരിശോധിക്കാനും ചില മാർഗങ്ങളുണ്ട്. അവരെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷിച്ച് അവരെ ഓരോ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിലൂടെ അവരുടെ മനോനിലയിലേക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന ചില ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ഉപയോഗിച്ചും ഇവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് സമഗ്രമായിട്ടാണ് ഒരു കുറ്റാരോപിതൻ്റെ മനോനില നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷിച്ച് പരിശോധിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്തെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ഒരു മനോനില മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സങ്കീർണതകളുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ദിവസം തൊട്ട് 30 ദിവസം വരെ ആളിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൃത്യമായി നിരീക്ഷിച്ച് ഓരോ സാഹചര്യങ്ങളോടും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിരീക്ഷിച്ച് ചില ടെസ്റ്റുകളൊക്കെ നൽകി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശോധന നടത്തേണ്ടി വരും. ചിലപ്പോൾ 2-3 സ്പെല്ലായിട്ട് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നടത്തുന്നത്. തുടർച്ചയായിട്ട് 30 ദിവസമൊന്നും നിരീക്ഷിച്ചൊന്നും വരില്ല. 2-3 സ്പെല്ലുകളായി മാറിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉറക്കക്കുറവ് വന്നു, അല്ലെങ്കിൽ ഒരു വിഷാദം വന്നു, അല്ലെങ്കിൽ അമിത ഉത്കണ്ഠ വന്നു. ഇത്തരം അസുഖങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടില്ല. വളരെ തീവ്രമായ ചിത്തഭ്രമം, ചുറ്റും നടക്കുന്ന ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള വളരെ തീവ്രമായ ചിത്തഭ്രമം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തകർന്നു പോയ തരത്തിലുള്ള ഓർഗാനിക് മെൻ്റൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ജൈവിക മനോരോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ തലച്ചോറിന് തീരെ വളർച്ചയില്ലാത്ത തരത്തിലുള്ള ബുദ്ധിമാന്ദ്യത്തിൻ്റെ തീവ്രതയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ മറവി രോഗം വന്ന് തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തി, അങ്ങനെയൊക്കെയുള്ള വളരെ തീവ്രമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പലപ്പോഴും നിയമത്തിൻ്റെ മുൻപിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മാനസിക രോഗമുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടില്ല. ലഹരി വസ്തുക്കൾ സ്വമേധയാ ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലഹരിയിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും നിയമപരമായി ശിക്ഷയിൽ നിന്ന് ഇളവില്ല. വ്യക്തിത്വ വൈകല്യങ്ങളുള്ള ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാറുണ്ട്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം, കുട്ടിക്കാലം തൊട്ടേ തന്നെ നിയമലംഘനവും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും ഒക്കെ ശീലമാക്കി മുതിർന്നതിന് ശേഷം സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ആ കുറ്റകൃത്യങ്ങളിൽ ആനന്ദം അനുഭവിക്കുകയും അതിൽ ഒരു കുറ്റബോധവും തോന്നാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് ഈ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. അത്തരം അവസ്ഥകൾക്കൊന്നും നിയമത്തിൻ്റെ മുൻപിൽ ഒരു തരത്തിലുള്ള ഇളവും കിട്ടില്ല. ഇതാണ് ഒരു കുറ്റാരോപിതനായ വ്യക്തിയുടെ മനോനില പരിശോധനയുടെ ഒരു രത്നച്ചുരുക്കം. നന്ദി, നമസ്കാരം.